ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്ക. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. അതോടൊപ്പം ജനറൽ ആശുപത്രി നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് 43 പരാതികൾ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ശരി കുട്ടിയല്ലോ, പേടിച്ചു പോയി. 43 പേർക്ക് കേരളത്തില് ചികിത്സാ പിഴവ് മൂലം ബുദ്ധിമുട്ടുകളുണ്ടായി. 5 പേര് മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ. 5 പേരുടെ ദയനീയമായ സ്ഥിതിക്ക് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് വേദനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകാം. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കേരള നമ്പർ 1 ആണെന്ന് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. അവർ ചോദ്യം എനിക്കുള്ളത്, അങ്ങനെ നമ്പർ 1 ആണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാർ എല്ലാവരും സ്വകാര്യ മേഖലയിൽ നിന്നാണ് ചികിത്സ നേടിയത്. ഗവൺമെന്റ് ആശുപത്രി ആരും പോയില്ല, എല്ലാവരും പോയത് സ്വകാര്യ ആശുപത്രിയിൽ. എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത്? ആരോഗ്യമന്ത്രി അന്ന് എല്ലാം നോക്കിക്കൊള്ളാമെന്ന് കോഴിക്കോട്ടെ സമരപന്തലിൽ പറഞ്ഞു. മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല, നടത്തില്ല. അപ്പൊ അതിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ടാണ് ഈ ആരോഗ്യവകുപ്പ് ഇന്നോട്ട് മാറിയെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അത് എന്തായാലും ഇവർ തന്നെ പറഞ്ഞു, അവർ നടത്തിയ സമരപന്തലിലേക്ക് നേരിട്ട് വന്നെത്തി. ഞാൻ ഒരാളേ ഉള്ളൂ എല്ലായിടത്തും സമയത്തെത്താൻ. എപ്പോഴും എനിക്ക് കഴിഞ്ഞു വരില്ല. ആരോഗ്യമന്ത്രി പിന്നെ സമരപന്തലിൽ വന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്ക് പറയണമെന്നില്ല. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വരേണ്ടി വന്നപ്പോ ഇന്ന് മാത്രമായിട്ട് വന്ന സംഭവമല്ലേ, വൃത്തികേടുകൊണ്ട് വരേണ്ടി വന്നതാണ്. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ പൊളിഞ്ഞു. പാവപ്പെട്ടവരെ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യണം. ആരോഗ്യമന്ത്രി 2 മണിക്കൂർ മുമ്പ്, ഉദ്ഘാടനത്തിന് 2 മണിക്കൂർ മുമ്പ് ആ സമരപന്തൽ അടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പനപ്പന്മാർ തുടങ്ങി, അതാണല്ലോ ശീലം. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി. അത് കിട്ടിയിരുന്നു അല്ലേ? എവിടെയാണ് സർക്കാർ തന്നത്? പറഞ്ഞേ. പറഞ്ഞിട്ടില്ല. 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആഹ്വാനം വിളമ്പ്, അവരുടെ വയറ് വീർക്കട്ടെ. സിഎമ്മോടെ വാക്കും പഴയ ചാക്ക് കൊണ്ടതാണ്. അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളാണ്, നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ അപമാനിക്കുക ചെയ്ത് ആ 2 ലക്ഷം. കാരണം 5 വർഷം നമ്മൾ നടത്തിയ ചികിത്സകൾക്കും ലക്ഷങ്ങൾ 10-20 ലക്ഷത്തിന്റെ മുകളിൽ ലക്ഷങ്ങൾ ഞങ്ങൾ കയ്യിൽ കണക്കുണ്ട്. ഒരു തരത്തിലും ഒരു മൈൻഡ് ചെയ്തില്ല. ആ 2 ലക്ഷം രൂപ നമുക്ക് ഒരു തരത്തിലും പര്യാപ്തമല്ല. നമ്മൾ ആ 2 ലക്ഷം വാങ്ങിയിരുന്നെങ്കിൽ അതോടെ തീരുമായിരുന്നു ഗവൺമെന്റിന് ഉത്തരവാദിത്വം. എന്താണ് ബുദ്ധി? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. പൊടിയിൽ ഒന്നാണെങ്കിലും ഉപാധിരഹിതമായിട്ട് ഇവരോടൊപ്പമാണ്. 2 ലക്ഷം രൂപ കോമ്പറ്റബിൾ അല്ല, അത് പോരായുള്ള അവരുടെ അഭിപ്രായം സ്വീകാര്യം. ഞാൻ അനുവാദം തന്നിരിക്കുന്നു, എല്ലാരും പൊക്കോളൂ. എനിക്ക് നേരത്തെ പറഞ്ഞത് സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അമേരിക്കയിൽ വിട്ടു പഠിപ്പിച്ചു. അത് LDF ഗവൺമെന്റിന്റെ ഗുണം. കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തലയിൽ ഈ പറയുന്ന കെട്ടിടം പിടിഞ്ഞു വീണ് മരിച്ചാൽ ആ കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിഞ്ഞത്. എന്നിട്ട് അതേ ജയിക്ക് പറയും ഇത് രാഷ്ട്രീയം. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.